ADGP അജിത് കുമാറിനെതിരായ അന്വേഷണ ഉത്തരവ് വൈകുന്നു എന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി അന്വേഷണം ഉച്ചയ്ക്ക് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ അത് ഇറങ്ങിയിട്ടില്ല. അജിത് കുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടി ഒഴിവാക്കാൻ വലിയ സമ്മർദ്ദം സർക്കാരിലുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, മുഖ്യമന്ത്രി ഒരു വേദിയിൽ, ഒരു പരസ്യമായ ഒരു പൊതുവേദിയിൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതാണ്. ഇനി അതിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. ഈ അന്വേഷണ ഉത്തരവ് വൈകാൻ കാരണം എന്താണ്? അത്രമേൽ സമ്മർദ്ദം അജിത് കുമാറിനെ സംരക്ഷിക്കാൻ സർക്കാരിന് മേലുണ്ട്, ആഭ്യന്തര വകുപ്പിന് മേലുണ്ട് എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, ഇക്കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വേദി അത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയായിരുന്നു. ആ വേദിയിൽ വെച്ച് തന്നെ പോലീസിലെ പുഴുക്കുത്തുകളെ ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വളരെ വളരെ വൈകാരികമായി കൂടി, പ്രത്യേകിച്ച് ലുവാൻഡോർ ADGP ആയിരുന്ന MR അജിത് കുമാറിനെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ മുഖ്യമന്ത്രി പ്രസംഗം നടത്തുകയും പ്രസംഗത്തിൽ പ്രഖ്യാപനം നടത്തുകയും, പ്രത്യേകിച്ച് PV അൻവറിന്റെ ആരോപണത്തിൽ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തും, DGP റാങ്കിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തും എന്നുള്ളൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിച്ച് ഇതുവരെ ഈ സമയം വരെ ഏതെങ്കിലും തരത്തിൽ ഉത്തരവിറങ്ങിയിട്ടില്ല. മാത്രവുമല്ല, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കത്തിനുള്ള നിർദ്ദേശവും ആഭ്യന്തര വകുപ്പിൽ നൽകി. പക്ഷേ ആ ഉത്തരവും ഇറങ്ങിയിട്ടില്ല. ഈ രണ്ട് ഉത്തരവും ഇറങ്ങാത്തതിന് രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, അജിത് കുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടി ഒഴിവാക്കാൻ, അതല്ലെങ്കിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയ തീരുമാനം അതൊരു ഉത്തരവായി ഇറങ്ങുന്നതിന് അതിനെതിരെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം അതുണ്ടാകുന്നുണ്ട്. അജിത് കുമാർ ക്രമസമാധാന ചുമതലയെ തുറന്നുകൊണ്ടൊരു അന്വേഷണം പോരെ എന്നുള്ള ചില അഭിപ്രായങ്ങൾ അത് മുഖ്യമന്ത്രിക്ക് മുൻപിലും ആഭ്യന്തര വകുപ്പിന് മുൻപിലും എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥർ, അത് രണ്ട് പേരുകളാണ് നമ്മൾ കേട്ടത്. അതിലൊന്ന് K പത്മകുമാറാണ്, DGP റാങ്കിലുള്ള K പത്മകുമാർ, അതല്ലെങ്കിൽ യോഗേഷ് ഗുപ്ത. ഈ രണ്ടുപേരും ഏതെങ്കിലും തരത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി വൈകലിന് കാരണമാകുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. പക്ഷെ അപ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ രാത്രിയിൽ വരുന്നത്. മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഉത്തരവിറങ്ങിയില്ല. SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം വന്നിരുന്നു. പക്ഷേ അതിൻ്റെയും ഉത്തരവിറങ്ങിയിട്ടില്ല. സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൂടുതൽ അന്വേഷണമൊക്കെ നടത്തുന്ന വിഷയമാകുമ്പോഴേക്കും അതിൽ ആഭ്യന്തര വകുപ്പിന് മേൽ, സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ പൊതുവേദിയിൽ പ്രഖ്യാപിച്ച അന്വേഷണ തീരുമാനത്തിൽ നിന്ന് ഇനി പിന്നോട്ട് പോകുമോ സർക്കാർ എന്നുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന്.